ഒന്ന് പോയിരുന്നു. അങ്ങനെയൊന്നും അല്ല. എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏ ആ അതൊന്നും ശരിയാവൂല. ഇക്ക എല്ലാ ദിവസവും വിളിക്കും രാത്രിയാകുമ്പോ. പകല് ചിലപ്പോ രാവിലെ വിളിക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോ. പിന്നെ വിളിയൊന്നുമില്ല. ഉം. ഉം. ഹലോ, ആരടാ? എന്റെ മോന്റെ പെണ്ണാണിത്. ഓക്ക് വിളിച്ചാ ജാരടാ? അടങ്ങി നിന്നോ. എന്റെ മോൻ ഇങ്ങോട്ട് വെറ്റേ. അന്റെ കജ്ജും കളി ഞാൻ വെട്ടിയറിഞ്ഞ് കൊക്കിയിലെറി. ഒരുമ്പട്ടവന് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ പിന്നെയും പോൻ വിളിച്ച് കുജി ചാടിച്ചാനായിട്ട് നടക്ക. ഓക്ക് 2 കുട്ടികളുടെടാ. എന്താടാ വിചാരിച്ചിട്ടുണ്ടത്? ഇതിന്റെ ബാക്കി നമുക്ക് കൊടുക്കാം. ആരാടി ഇവന്? കുറെ ദിവസമായി അന്ത്യാവുമ്പോൾ പകലും ഒക്കെ മൊറലി ചിക്കണ് കുത്തിരിക്കണ്. എന്താ എന്റെ വിചാരം? എന്റെ മോൻ ഇങ്ങോട്ട് വെറ്റ അന്നെ ഞാൻ കാണിച്ചു തരാം. ഓനെ കാടിയിട്ട് കാര്യമില്ല, അന്നെയാണ് കട. ഇതിന് ഒരുമ്പട്ടോള് കുടുംബത്തിൽ പറയിപ്പിച്ചാൻ വന്നിങ്ങനെ. ആരാടി ഇവന്? ഇതാരാന്ന്? അപ്പൊ ഏപ്പറത്തെ വിടില്ലേ? ആരാത്? സുരേഷാത്? സുരേഷാത്? ഞാൻ ധന്യനോട് പറയട്ടെ, ഒരുമ്പട്ട നിക്കണേ നോക്കാലിയെ. എന്താ എന്റെ വിചാരം? ഫോണ് കൊടു. എനിക്ക് ഈ ഫോണില്ല ട്ടാ. നിക്കേ. ഫോൺ കട്ടാക്കി പോയിക്കണ്. കൊടുക്ക ഞാന്. ഇന്ന് ഞാൻ ധന്യന്റെ അടുത്തേക്ക് ഞാൻ പോട്ടെ. ഞാൻ പറയണ ധന്യന്റെ അടുത്ത് പോയിക്കാണ്ട് ഫോനും ഇജ്ജും തമ്മിലും എന്താടി ബന്ധം? ആര് പറഞ്ഞുണ്ടാവൂല എന്നുള്ളത്? ഞാൻ ഇവിടെ കൊറേ നേരെ ചോട് കൊടുത്ത് കേക്കൽ തുടങ്ങിട്ട് ഓൻ തന്നോട് ഇറങ്ങാൻ പറയേ. എവിടേക്ക്? ഓരോ ആപ്പെടുക്കാ, ഓരോ ആന്തന്റെ കൊടുക്കോ, പറങ്കോടന്റെ കൊടുക്കോ? ഓടങ്ങാൻ പറഞ്ഞു നിന്നാ ചേട്ടാ. അജ് സൈതൽബിന്റെ മോളാണ് ട്ടാ. പടച്ച റബ്ബേ, കലികാലാണിത്. ഈ പെണ്ണുങ്ങളെല്ലാം കൂടി കാട്ടിക്കൂട്ടുണ്ട്. 2 കുട്ടികളുടെ പമ്പറന്നോള്, 3 കുട്ടികളുടെ തന്തരേറ്റ് അടക്കാന്. മാക്കാലി. ഈ ഫോണിഞ്ഞ് ഓക്കെ ഞാൻ കൊടുക്കൂല. ഇന്റെ മോണ്ട് വിളിച്ചോട്ടെ, ബാക്കി ഞാൻ ഓനോടാണ്.